ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തെ ഓർത്തിരുവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിന്റെ സന്നിധാനത്തിൽ എല്ലാവരെയും കൊണ്ടുവന്ന് നിന്റെ പാദത്തിൽ കൊടുക്കുവാനും കർത്താവിന്റെ കൃപ തന്നതിനായി സ്തോത്രം. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്നു കണ്ണുനീരോടി പ്രാർത്ഥന കർത്താവ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഓരോ നിന്റെ കുഞ്ഞുങ്ങളെയും, ദൈവദാസന്മാരെയും, അപ്പച്ചന്മാരെയും, അമ്മച്ചിമാരെയും, സഹോദരങ്ങളെയും, യൗവനക്കാരെയും, എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വെച്ചാൽ അവരവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സകല പാടുകൾ, നിന്ദകൾ, അപമാനങ്ങൾ, അവർ അനുഭവിക്കുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ, അനുഭവിക്കുന്ന സകല വിഷയത്തിലും മധ്യയിൽ കർത്താവിന്റെ കരം അവിടെ വെളിപ്പെടണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആശ്വാസം കൊടുക്കണം, സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യം കൊടുക്കണം, സമാധാനം ആവശ്യമുള്ള സമാധാനം കൊടുക്കണം, ആരോഗ്യം വേണ്ടവർക്ക് ആരോഗ്യം കൊടുക്കണം. ഏതെല്ലാം വിധത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് സഹായം ആവശ്യമോ അവിടെ ദൈവം ഇറങ്ങി വന്ന് നിന്റെ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കണമെന്ന് അപ്പച്ചന്റെ നാമത്തെ അപേക്ഷിക്കാൻ. ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും മറക്കരുതേ, ഒരുത്തരെയും കൈവിടരുതേ, ഒരുത്തരെയും തള്ളിക്കളയരുത് അപ്പച്ച, ഒരുത്തരെയും തള്ളിക്കളയരുത്, ഒരുത്തരെ ഉപേക്ഷിക്കരുത് അപ്പച്ച. എല്ലാവരും നീ സ്നേഹിക്കണം, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൻ കാര്യങ്ങൾ ചെയ്യണം, അത്ഭുതങ്ങൾ ചെയ്യണം, അതിശയങ്ങൾ ചെയ്യണം. വിടുതലിന്റെ കരം, അത്ഭുതത്തിന്റെ കരം, അതിശയത്തിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ബലപ്പെടുത്തിക്കാണ്ട്. കണ്ണുനീരെല്ലാം തുടച്ചാട്ട്, മുറിവെല്ലാം പൊറിപ്പിച്ചാട്ട്, ആവശ്യങ്ങളുടെ മുഖത്തെല്ലാം സ്വർഗത്തിന്റെ കലവറന്ന് തുറന്നു കൊടുത്താട്ട്, അടഞ്ഞ വഴികളെല്ലാം തുറന്നു കൊടുത്താട്ട് അത്ഭുതം ചെയ്യണം. കരങ്ങളേൽപ്പിക്കുന്ന വൻ കാര്യത്തിൽ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കും. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച് 1171 ദിവസത്തിലേക്ക് അവ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നടത്തി 1171 ദിവസം കാണാൻ ദൈവം കൃപ തന്നു. ഇങ്ങനെ നല്ലൊരു പ്രഭാതം നമുക്ക് ദൈവം തന്നു. നല്ല സന്തോഷമായിട്ടൊരു പുതിയ ദിവസം കാണുവാൻ നമുക്ക് കർത്താവ് നമുക്ക് ദീർഘായുസ് തന്നു. ഇത്രത്തോളം നടത്തി വന്ന ദൈവം ഇനി നമ്മളെ നടത്തും. ഇന്ന് പകലും മുഴുവൻ സമയം ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും. നിങ്ങൾ പോകുന്നിടത്തിൽ, ജോലി ചെയ്യുന്നിടത്തിൽ എല്ലാം കർത്താവിന്റെ കൃപ കാണും, അവന്റെ തിരുസാന്നിധ്യം കാണും, അവന്റെ സമൂഹം നിങ്ങളുടെ കൂടെ വരും. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, കർത്താവ് നടത്തട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മെ ഇപ്പൊ ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിക്കാൻ പോകുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായുകളെ അടച്ചു കളഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കണേ, ദാനിയേൽ പറയുന്നത് എത്രമാത്രം സ്ഫുടമായിട്ടാണ്, ധൈര്യമായിട്ടാണ്. അത് കേൾക്കുമ്പോൾ എന്തോ ഒരു സന്തോഷമെന്നറിയാമോ. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ക്യാൻസർ, ഷുഗർ, ആസ്മ, അൾസർ, TB രോഗം, ഫൈൽസ് രോഗം, ഹാർട്ടിൻ്റെ പ്രോബ്ലം, ലിവറിൻ്റെ പ്രോബ്ലം, തലച്ചോറിൻ്റെ പ്രോബ്ലം, കണ്ണിന് പ്രോബ്ലം, യൂറിൻ പ്രോബ്ലം, കിഡ്നി ഫെയിലർ, എത്രയോ രോഗത്തേക്ക് നിങ്ങൾ അടിമകളായിരിക്കും. ചില അവയവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലതിനെല്ലാം നിങ്ങൾക്ക് മരുന്നില്ല, ഡോക്ടർമാർ കൈവിട്ട് കാണും. നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആയുസ്സിൻ്റെ നാൾക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരണത്തിൻ്റെ ദിവസങ്ങൾ നിങ്ങൾക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നവർ കാണും. ഇതൊരു സൈഡ്. അടുത്ത സൈഡില് ജീവിക്കാൻ ഒരു മാർഗവുമില്ല, ആരുടെയും സഹായമില്ല, ആരുടെയും ഒത്താശയില്ല, എല്ലാവരും കൈവിടപ്പെട്ട് തനിച്ച് ഒരു ചിറകൊടിഞ്ഞ പറവയെ പോലെ വേദനിക്കുന്ന ഒരു ഇതിനകത്ത് കാണും. ഇന്നും ഒരു കൂട്ടം കടബാധ്യതകൾ, തലയ്ക്ക് മേലെ കടൻ, അത് തിരിച്ചു കൊടുക്കാൻ ഒരു നിവർത്തിയുമില്ല. ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഇതില്ലാതെ ഇങ്ങനെ അതിനുവേണ്ടി മെഴുകുതിരി പോലെ ഉരുകുന്ന പാർട്ടി ഇതിനകത്ത് കാണും. കുഞ്ഞുങ്ങളെ ഓർത്ത് രാത്രിയും പകലും കടന്ന് വയറിലും വയറ്റിലും അടിച്ച്, അയ്യോ എൻ്റെ കുഞ്ഞ് ഒന്ന് മനസ്സ് മാറുമോ, ഒന്ന് മാനസാന്തരപ്പെടുമോ, അവനൊന്ന് തിരിച്ചു വരുമോ, എൻ്റെ മോള് തിരിച്ചു വരുമോ, എൻ്റെ മോൻ തിരിച്ചു വരുമോ, എൻ്റെ മരുമോൻ തിരിച്ചു വരുമോ, ഇങ്ങനെ കരയുന്ന ഒത്തിരി അപ്പച്ചന്മാർ അമ്മച്ചിമാരുടെ അകത്തുണ്ട്, സഹോദരങ്ങളുണ്ട്. നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നത് നല്ല ശ്രദ്ധിക്കണം. ദൈവം ജീവിക്കുന്നവനാണ്. ഏത് വിഷയത്തിന്റെ മുഖത്താണ് ഇപ്പൊ നിങ്ങൾ പതറിക്കൊണ്ടിരിക്കുന്നത്, കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതാണ് നിങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാണ് നിങ്ങളുടെ ദീപത്തെ അടച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വാസത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസ കപ്പലിന്റെ നങ്കൂരം മുറിച്ചുകൊണ്ടിരിക്കുന്നത്, ചുക്കാൻ മുറിച്ചുകൊണ്ടിരിക്കുന്നത്, അക്കരെ നാട്ടിൽ പോകുവാൻ കഴിയാതെ നിങ്ങളിങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു അനുഭവം ഏത് വിഷയത്തിന്റെ മുഖത്ത് ഉള്ളത്? ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്തോ പറഞ്ഞത്? സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. സിംഹങ്ങളുടെ ഗുഹയിലായിട്ടിരിക്കുന്നത്, കടിച്ച് കീറി ഒരു എല്ലിന്റെ പൊടി പോലും തരാതെ നശിപ്പിക്കുന്ന ദുഷ്ടമൃഗത്തിന്റെ ഗുഹയിൽ അവന്റെ കൂടെ കടത്തിയിരിക്കുന്നത്.
അവന്റെ വായിലോട്ട വലിച്ചെറിഞ്ഞത്. അവിടെ പറയുന്നു, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ വിളിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ഏറ്റെടുത്ത, അല്ല എന്നെ ഏറ്റെടുത്ത എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു, അവയുടെ വായികളെ അടച്ചു കളഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്ന ഒത്തിരി പേര് കാണും. കോർട്ടിൽ ഒരു കേസുണ്ടെങ്കിൽ നിന്റെ എതിർപ്പാർട്ടി നിന്നെക്കുറിച്ച് ഭയങ്കര കുറ്റം പറയും. അവരെ പോലെ നിന്നെയും കൊണ്ട് പറയാൻ നമുക്ക് ശക്തിയില്ല. അവരെ എതിർക്കാനുള്ള ശക്തി നമ്മൾ, പണം നമ്മുടെ കയ്യിലില്ല. അവൻ്റെ പണമുണ്ട്, അവർക്ക് നല്ല വായു സാമർഥ്യമുണ്ട്, നമുക്കതൊന്നുമില്ല. നമ്മളവിടെ ഇങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുകയാണ്. കുറ്റങ്ങളെല്ലാം നമ്മുടെ തലയിലോട്ട് വലിച്ചു വാരി എറിയാണ്. ഒന്നും ചെയ്യാത്ത നമ്മളെ കുറ്റവാളിയായി മാറ്റുകയാണ്. ഇങ്ങനെ പല വിഷയത്തിൽ നിങ്ങളെക്കുറിച്ച് പല കഥകൾ പറഞ്ഞ്, വിരോധമായി പറഞ്ഞ് നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന വായുകളെല്ലാം ഇന്ന് കർത്താവ് അടയ്ക്കും. ഇന്ന് കർത്താവ് അടയ്ക്കും. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞിന് വിരോധമായി, ഒരു ദൈവദാസന് വിരോധമായി, ദൈവപൈതലിന് വിരോധമായി, ഒരു ഭവനത്തിന് വിരോധമായി ആരുടെ വാ തുറക്കുന്നോ, ആര് ദൂഷണമായി സംസാരിക്കുന്നോ, അവരെ മുറിവേൽപ്പിക്കുന്ന ദുഷ്ടവാർത്തകൾ ആരുടെ വായിന്ന് പുറപ്പെടുന്നോ, ആ വായെല്ലാം ഇന്ന് കർത്താവ് കെട്ടിക്കളയും, അടച്ചു കളയും. തുറക്കാൻ പറ്റത്തില്ല. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. ഇത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ? ആർക്കാ ദൈവം അത്ഭുതം ചെയ്യുന്നത്? ദൈവസന്നിധാനത്തിലെ ഒരു കുറ്റം കൂടെ ചെയ്യാത്തവൻ. ഇതിനു മുന്നേ നമ്മൾ ധ്യാനിച്ചല്ലോ, അവനെ തേടി തേടി നോക്കി, ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അവസാനം പ്രാർത്ഥിക്കുന്ന ഒരു കുറ്റമാണ് കണ്ടുപിടിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഈ പ്രാർത്ഥനയുടെ വല്ല മഹിമ അറിയാമോ? നാളെ നമ്മൾ കാണാനാ പോകുന്നത്. അതിന്റെ പവർ നാളെയാ കാണാൻ പോകുന്നത്. ഇവിടെ പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ആമീൻ. അവിടെ പറയുന്നത്, അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുൻപിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. രാജാവിന്റെ മുന്നിലും ഒരു ദോഷവും ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ മുന്നിലും കുറ്റമറ്റവനായിരുന്നു. ഒരു തെറ്റും കൂടെ ചെയ്യാതെ, മനസ്സാക്ഷിക്ക് വിരോധമായി ഒരു തെറ്റും ചെയ്യാതെ, കറയില്ലാതെ ദൈവകൃപയോടുകൂടെ പ്രാർത്ഥനയിൽ ബലപ്പെട്ട് ദാനിയേൽ നിന്നു. ദൈവത്തോട് നിന്നു, ദൈവം അവനോട് നിന്നു. ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവം അവന് വേണ്ടി നിന്നു. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു, ദൈവം അവന് വേണ്ടി അധ്വാനിക്കാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവത്തെ അവൻ സ്നേഹിച്ചു, ദൈവം അവനെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തെ വിളിക്കാൻ തുടങ്ങി, ദൈവം ഓടി വരാൻ തുടങ്ങി. ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വരണം. കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി നമുക്ക് വേണം. ആർക്കും നമ്മൾ ദ്രോഹം ചെയ്യരുത്. ഒരു ഭവനത്തിന് നമ്മൾ ദ്രോഹം ചെയ്യരുത്. ഒരുത്തരെയും നമ്മൾ കുറ്റവാളികളെ കാണരുത്. കുറ്റവാളികളെ നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ കണ്ണ് കാണാതെ കാത് കേൾക്കാതെ ചുമ്മാ മറ്റുള്ളവരെല്ലാം പറയുന്ന കേട്ടത് നമ്മൾ കൂട്ടത്തിൽ പാട്ട് വെള്ളത്തിൽ പൂട്ടുമ്പോൾ നമ്മളങ്ങോട്ട് പോകരുത്. ആപത്താണത്. വലിയ അനർത്ഥമുണ്ടാകും. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞിന് വിരോധമായി ആരെങ്കിലും വാ തുറക്കുന്നുണ്ടെങ്കിൽ ഈ വചനം പറയുന്നു, തന്റെ ദൂതനെ അയച്ച് എന്റെ വായ അടയ്ക്കുമെന്ന് കർത്താവ്. അവൻ ഊമയാകത്തീരും. അവൻ സംസാരിക്കാൻ പറ്റത്തില്ല. ദൈവം അവന്റെ വായ അടയ്ക്കും. നിങ്ങൾ മുട്ടുമടയ്ക്കാൽ മതി, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവിനോട് ഇരുന്നാൽ മതി, കർത്താവിന്റെ മുന്നിൽ കുറ്റമറ്റവരായി കണ്ടാൽ മതി. ഒരു ദോഷവും നിങ്ങൾ ചെയ്യരുത്. നിഷ്കളങ്കരായി മാറിനാ മതി. ദൈവം ഒരു കാലത്തും നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, നിങ്ങളെ കൈവിടത്തില്ല. ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ദൈവം നിങ്ങളുടെ കൂട്ടിന് കാണും, കൂടെ കാണും. അതുകൊണ്ട് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. കർത്താവ് നിങ്ങളെ ഒരു കാലത്തും കൈവിടത്തില്ല. ധൈര്യമായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഉപവസിക്കാൻ കഴിയുന്നവർ ഉപവസിക്കണം. കർത്താവിനോട് കൊടുക്കാൻ പ്രാപ്തിയുള്ളവർ തന്റെ വേലയ്ക്ക് വേണ്ടി വാരി കൊടുക്കണം. ദൈവ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. ദൈവസഭയെ സ്നേഹിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. മക്കളെ സ്നേഹിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അപ്പനെ അമ്മയെ സ്നേഹിക്കണം. വല്യപ്പച്ചന്മാർ വല്യമ്മച്ചിമാരെന്ന് അവരെ സ്നേഹിക്കണം. നമ്മുടെ കൊച്ചുമക്കളെ സ്നേഹിക്കണം. മരുമക്കളെ സ്നേഹിക്കണം. അങ്ങനത്തെ നല്ല ഹൃദയം കർത്താവ് നമുക്ക് തരട്ടെ. കുറ്റമറ്റൊരു മനസ്സാക്ഷി ദൈവം നമുക്ക് തരട്ടെ. അങ്ങനെ നമ്മൾ മാറിയാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഒരു ദുഷ്ടനും നിന്നെ നശിപ്പിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ സിംഹത്തിന്റെ ആ ഗുഹയിലാണ്, ആ കുഴിയിലാണ്, സിംഹത്തിന്റെ കൂടാണ് ദാനിയേൽ കടന്ന് ഉറങ്ങിയത്. അവൻ ഒരു കേടും വന്നിട്ടില്ല. ഇവൻ അകത്തോട്ട് പോകുന്നതിന് മുന്നേ ദൂതൻ പോയി എല്ലാത്തിൻ്റെയും വായ അടച്ചു കളഞ്ഞു. എല്ലാത്തിൻ്റെയും വായാണ്. നിങ്ങൾ കോർട്ടിൽ നിങ്ങൾ ഒരു കേസ് നടക്കുക, നാളെ നിങ്ങൾ പോകണം കോർട്ടിലോട്ട്, അല്ല ഇന്ന് നിങ്ങൾ പോകണം, പേടിക്കണം. നീ പോകുന്നതിന് മുന്നേ കർത്താവ് നിന്റെ എതിരികളുടെ വായ കർത്താവ് അടച്ചു കളയും. അവൻ സംസാരിക്കാൻ നോക്കും, പറ്റത്തില്ല. ദൈവം അത് ചെയ്യും. വേദപുസ്തകത്തിൽ എവിടെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ? സംസാരിക്കാൻ പറ്റത്തില്ല. ദൈവം വാ അടച്ചു കളയും. നിനക്ക് വിരോധമായി ഒരുത്തനും നാവ് അനക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല.
അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിച്ച ദൈവം നീതിപരനാണ്. ആ ദൈവത്തിന് നിൽക്കണം, ദൈവത്തിന് ഓടണം, അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. ആ ചിന്ത നമ്മുടെ അകത്തോട്ടൊന്ന് വരട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തോർത്ത് വെച്ച മറുപടിയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ തൃപ്പാദത്തിൽ ഒരു പ്രാവശ്യം കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഈ ആലോചന കൊടുത്ത് പ്രാർത്ഥിക്കുവാനും ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നല്ലോ. കർത്താവേ, ദാനിയേലിന്റെ സംഭവം കഴിഞ്ഞു, അവന്റെ അഡ്രസ്സ് പോയി, ഇനി അതിന്റെ അഡ്രസ്സ് ഒന്നുമില്ല, അടയാളം ഒന്നുമില്ല. അങ്ങനെ എല്ലാവരും ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ ദുഷ്ടന്മാർ, ദ്രോഹികൾ എല്ലാവരും കുടിച്ച് വെറുത്ത് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, മറുനാൾ രാവിലെ വന്ന് അതേ കണ്ട് ചിരിച്ച് അതേ കർത്താവ് ഇന്നും ആഹ്ലാദിക്കുവാൻ സന്തോഷത്തോടെ രാത്രിയിൽ കർത്താവേ സ്തോത്രം വെറി പിടിച്ചുകൊണ്ടിരുന്ന ആ ദ്രോഹികളെല്ലാം പിറ്റേ ദിവസത്തെ സംഭവം കണ്ട് പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അയ്യോ, ദാനിയേലിനെ രക്ഷപ്പെടുത്തിയോ, അവനൊരു കേടും വന്നില്ലയോ, അവനൊരു ആപത്ത് വന്നില്ലയോ, ചത്തില്ലയോ, അവൻ ചാകത്തില്ല. അവന് വേണ്ടി മരിച്ച ഒരുത്തനുണ്ട്, അവനെ രക്ഷിക്കുന്ന ഒരുത്തനുണ്ട്, അവനെ കാക്കുന്ന ഒരുത്തനുണ്ട്, അവനെ വിടിവിക്കുന്ന ഒരുത്തൻ. ഇവന്മാർക്ക് അറിയത്തില്ല വിഷയം. പ്രാർത്ഥന എന്തുവാ, പ്രാർത്ഥനയുടെ ശക്തി എന്തുവാ, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിലുള്ള കാവൽ എന്ന, സൂക്ഷിപ്പ് എന്ന, എങ്ങനെ ദൈവനെ വിടുവിക്കും, പ്രാർത്ഥനകൾക്ക് ദൈവം ആറ്, ഇവന്മാർക്ക് അറിയത്തില്ല. അറിയാത്ത പൊട്ടന്മാരാണ് നമുക്ക് വിരോധമായി സംസാരിക്കുന്നത്. നമുക്ക് എഴുതിട്ട് ആ പൊട്ടന്മാരുടെ മുന്നിൽ കർത്താവ് നിങ്ങളെ കാത്തു സൂക്ഷിച്ച് എടുത്തു നിർത്തും. നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ല. അവന്മാർ അഡ്രസ് ഇല്ലാതെ പോകും. അത് നാളെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അമ്മച്ചി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. നിങ്ങളുടെ എല്ലാ വിഷയത്തിനും കർത്താവ് മറുപടി തരും. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, കാത്തു സൂക്ഷിക്കുന്ന ദൈവമുണ്ട്, കൺമണി പോലെ മറയ്ക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ഒരു കേടും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല, ഒരാപത്തും ഒരനർത്ഥവും നിങ്ങൾക്ക് വരത്തില്ല. ഒരു നിമിഷവും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. കർത്താവ് ഓടി വന്ന് നിങ്ങളെ കാത്തു സൂക്ഷിക്കും. തന്റെ ദൂതന്മാരെ അയക്കും, അത്ഭുതം പ്രവർത്തിക്കും. ഒരനർത്ഥവും വരാതെ കർത്താവ് സൂക്ഷിക്കും. കർത്താവേ, നീ ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ബലപ്പെടുത്തി കണ്ടപച്ച കണ്ണുനീരോട്, കഷ്ടത്തോട്, പാടുകളോട്, വേദനയോട് ആരെല്ലാം നെടുവീർപ്പ് വിടുന്നു, ആരെല്ലാം കരയുന്നു, ആരെല്ലാം കർത്താവേ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് എനിക്കൊരു മറുപടി ലഭിക്കുമോ, എനിക്കൊരു വിടുതൽ ലഭിക്കുമോ എന്ന് കരയുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം നീ വിടുതലെ കൊടുക്കണമേ. കർത്താവിനെ അത്ഭുതം പ്രവർത്തിക്കണമേ. ഒരു വിടുതലിന്റെ കരം ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണ്ട വെച്ച ഈ ദാനിയേലിന്റെ ദൈവം ഒന്ന് വെളിപ്പെടണമേ. ദാനിയേലിന്റെ ദൈവത്തിന്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തണമേ. ദാനിയേലിനെ വിടുവിച്ച ദൈവം എന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം വെച്ച മരണക്കടക്കിൽ നിന്ന്, പട്ടിണി, ദാരിദ്ര്യത്തിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പിശാചിന്റെ സകല പോരാട്ടത്തിൽ നിന്നും, കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സകല പങ്കപ്പാടുകളിൽ നിന്നും, നെടുവീർപ്പിൽ നിന്നും, കണ്ണുനീരിൽ നിന്നും, രോഗത്തിൽ നിന്നും, മരണത്തിൽ നിന്നും എന്റെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ, വിടുവിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന വെച്ച ഓരോരുത്തർക്കും ഈ പ്രാർത്ഥന അനുഗ്രഹമായി മാറട്ടെ. ഒരു കണ്ണും കലങ്ങരുത്, ഒരു മുഖവും വാടക്കൂടാതെ വെച്ച, ഒരുത്തരും നശിക്കരുത് വെച്ച, ഒരുത്തർക്കും ഒരു കേട് വരരുത്, ഒരുത്തർക്കും ഒരു ആപത്ത് വരരുത് വെച്ച. ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരെ വഴി നടത്തണമേ, അനുഗ്രഹിക്കണമേ. നിന്റെ കരം അവർക്ക് അനുകൂലമായി നീട്ടണമേ. പ്രതികൂലമായി നിൽക്കുന്ന എല്ലാം കർത്താവ് തകർത്ത് നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ. ഒരു അനർത്ഥം പോലും വരരുത് അപ്പച്ച. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദുഷ്ടൻ കുഴിച്ച കുഴിയിൽ ആരും വീഴരുത്, അവൻ വിരിച്ച വലയിൽ ആരും വീഴരുത് അപ്പച്ച. ഒരാപത്ത് പോലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് വരരുത് ദൈവമേ. എല്ലായിടത്തും നിന്റെ കാവലിരിക്കട്ടെ, നിന്റെ സൂക്ഷിപ്പിരിക്കട്ടെ. നിന്റെ ജീവൻ, ബലൻ, സുഖം, ഐശ്വര്യം, കർത്താവേ സമ്പത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. എല്ലാ വിധത്തിലും മാനിക്കണമേ, സ്നേഹിക്കണമേ. അവരെ നീ കണ്ണിന്റെ മണി പോലെ മറയ്ക്കണമേ അപ്പച്ച, കാത്തു സൂക്ഷിക്കണമേ എന്ന് നിന്റെ പാദത്തിൽ വീട് കിടന്ന് ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ. കുഞ്ഞുങ്ങളെ വിടരുതേ, വിടരുതേ, ഉപേക്ഷിക്കരുതേ, തള്ളിക്കളയരുതേ അപ്പച്ച. ദൈവമേ, ദൈവമേ, പതറിപ്പോകുവാൻ, കലങ്ങുവാൻ, കരയുവാൻ സമ്മതിക്കരുതേ. ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അപ്പച്ച, നിന്റെ കരങ്ങളെ കൊണ്ട് ഞാൻ കൊണ്ടുവരുന്ന അപ്പച്ച, കൊണ്ടുവരുന്ന ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളുടെ അക്രമങ്ങൾ ക്ഷമിക്കണമേ. നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഓരോ കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ അനന്തം ഞങ്ങളോട് ക്ഷമിക്കണം വെച്ച ദൈവമേ, നീ കൈവിടരുത്, ഉപേക്ഷിക്കരുത്. തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ, നഷ്ടപ്പെട്ടു പോകുവാൻ, തകർന്നു പോകുവാൻ സമ്മതിക്കരുത് അപ്പച്ച, സമ്മതിക്കരുതേ. നിന്റെ പാദത്തിൽ പിടിച്ചോണ്ടേ കരയാണ്, സമ്മതിക്കരുതേ. ഒരുത്തരെയും തകർത്ത് വിടരുതേ, നശിപ്പിക്കരുതേ അപ്പച്ച. നീ ഇറങ്ങി വരണമേ, വിടുവിക്കാൻ ഇറങ്ങി വരണേ, വിടുതലിനെ കരം നീട്ടണമേ, അത്ഭുതത്തിന് നീട്ടണമേ, ദൂതന്മാരെ അയക്കണമേ. ദാനിയേലിന് വേണ്ടി സിംഹകുബിയിലെ കുഴിയിലേക്ക് ദാനിയേലിന്റെ ജീവിതത്തിൽ രക്ഷിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൂതന്മാരെ അയക്കണമേ. ICU വാർഡിലായിരിക്കും, ഹോസ്പിറ്റലായിരിക്കും, മരണക്കിടക്കലായിരിക്കും, എല്ലാവരും കൈവിട്ട സിറ്റുവേഷൻ ആയിരിക്കും, ഒരുത്തര് പോലും സഹായമില്ലെങ്കിലും ദൂതന്മാർ പോകുവാൻ ഒരു കുറ്റമില്ല. അയക്കണമേ, അവരെ ഒന്ന് വിടണമേ, ഒന്ന് അനുവദിക്കണമേ. നീ ഒരു കൽപ്പന കൊടുക്കണമേ, ദൂതന്മാർ പോകട്ടെ പച്ച. ഓരോരുത്തർക്കും വിടുതൽ പ്രാപിക്കുവാൻ കർത്താവ് സഹായിച്ചാൽ. കണ്ണുനീരിന്റെ പാതയിലും
കർത്താവേ സ്തോത്രം. മരണത്തിന്റെ ഭയത്തിലും ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. ഏതെല്ലാം ആപത്തനർത്ഥങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വന്നിരിക്കുന്നു, അവിടെ ഒരു അനർത്ഥവും സംഭവിക്കാതെ, ഓരോരുത്തർക്കും ഒരു ജീവഹാനി വരാതെ, ഒരു ആപത്തും വരാതെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് ബലപ്പെടുത്തി മറുനാൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും സുഖത്തോടെ ഇരിക്കുവാൻ, ആരോഗ്യം ഒന്നിച്ച് നാളെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കരങ്ങളെ കേൾപ്പിക്കണം. എവിടെല്ലാം ഇരുന്നാലും അവർക്ക് നീ സമാധാനവും സന്തോഷം കൊടുത്താണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കരങ്ങളെ കേൾപ്പിക്കണം വെച്ചാൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രക്തത്താലും മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവകൃപ എല്ലാവരും കൂടെ ഇരിക്കട്ടെ, കാത്തുകൊള്ളട്ടെ. പ്രാർത്ഥന നികടനായി സ്തോത്രം. അതിന് എത്രത്തോളം ബലപ്പെടുത്തിയല്ലോ, താങ്ങിയല്ലോ, ശക്തിമലം തന്നല്ലോ, അതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രാർത്ഥന തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്. എനിക്ക് ബലം ഇരുന്നിട്ട് ഞാൻ ചെയ്യുന്നതല്ല. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് എത്രയോ കഷ്ടങ്ങൾ പാടും. ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് ഇല്ല. ഇപ്പൊ തുടർന്ന് ഇനി കൺവെൻഷനാണ്. എനിക്ക് വേണ്ടി നല്ല നിങ്ങൾ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടെങ്കിലേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. കൺവെൻഷൻ അതോട് നാൾക്ക് നിങ്ങൾക്ക് പ്രാർത്ഥന ഞാൻ അയക്കണം. പകൽ പ്രസംഗിക്കണം, വൈകിട്ട് പ്രസംഗിക്കണം. വലിയ കൺവെൻഷനാണ് നടക്കുന്നത്. ആ സമയത്ത് അല്പസമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.